ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ. ദേവി ശരണം. എല്ലാ ഭക്തമനസ്സുകൾക്കും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് വൈഷ്ണവ സുദർശനത്തിലൂടെ ഭക്തമനസ്സുകളോട് പറയുന്നത് ഇത്തവണത്തെ നവരാത്രി വിശേഷങ്ങളെക്കുറിച്ചാണ്. എന്താണ് നവരാത്രിയുടെ പ്രാധാന്യം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഈ വർഷത്തെ നവരാത്രിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തവണ 11 ദിവസം ദേവി പൂജയ്ക്കായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഈ വരുന്ന ഒക്ടോബർ 3-ാം തീയതി വ്യാഴാഴ്ച ശുക്ലപക്ഷ പ്രഥമ തിഥിയിൽ ആണ് നവരാത്രിയുടെ സമാരംഭം. സാധാരണഗതിയിൽ 9 രാത്രി കഴിഞ്ഞ് 10-ാം ദിവസമാണ് വിജയദശമി ആചരണം വരിക. ഇത്തവണ ഓരോ തിഥിയിലും നാഴിക വിനാഴികയിലെ വ്യത്യാസം കാരണം വിജയദശമി 11 ദിവസത്തിലേക്ക് നീളുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വർഷം 11 ദിവസം ആ ദേവി പൂജകൾക്കായിട്ട് വരുന്നത്. അത് ഭക്തന്മാരെ സംബന്ധിച്ച് വളരെ അധികം ശ്രേയസ്കരമാണ്. ദേവിയെ പൂജിക്കുന്നതിൻ്റെ ഫലം തീർച്ചയായും എല്ലാ ഭക്തജനങ്ങൾക്കും തേടി വരും. ആ ദേവി ഉപാസന ചെയ്താൽ അതിൻ്റെ ഫലം തീർച്ചയാണ്. സാധാരണ 9 ദിവസങ്ങളിലുള്ള ആ നവരാത്രി വ്രതം ഇത്തവണ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് 2 ദിവസവും കൂടി അധികരിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അസുലഭമായ അവസരം എല്ലാ ഭക്ത മനസ്സുകളും നന്നായിട്ട് ഉപയോഗിക്കണം. ഇനി നമുക്ക് ആ നവരാത്രിയുടെ പ്രത്യേകതകളെക്കുറിച്ച്. ആദ്യത്തെ 3 ദിവസം ദുർഗാദേവിയാണ് ആരാധിക്കുന്നത്. ശക്തിയുടെയും അതുപോലെ തന്നെ വിജയത്തിൻ്റെയും പ്രതീകമാണ് ദുർഗാദേവി. നമുക്ക് എന്ത് ലക്ഷ്യമാണ് ജീവിതത്തിൽ നേടണമെങ്കിലും അതിന് വളരെയധികം ശക്തിയും കരുത്തും ഇച്ഛാശക്തിയും ആവശ്യമാണ്. ശക്തി എന്ന് പറഞ്ഞാൽ ശാരീരികമായ ശക്തിയിലുപരിയായി മാനസികമായ ശക്തി നമുക്ക് വളരെ അധികം അത്യാവശ്യമാണ്. കാരണം മനസ്സിൻ്റെ ഇച്ഛാശക്തിയാണ് നമുക്ക് ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും നേടിത്തരുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ ഒരു ചെറിയ ഉദാഹരണം നമുക്കെടുക്കാം. നാം ഒരു വീട് പണിയണം എന്നുള്ള ഒരു സങ്കല്പം നമ്മുടെ മനസ്സിലാണ് ആദ്യം വരുന്നത്. അതിനായി നമ്മുടെ മനസ്സിലാണ് ആദ്യമായി ഒരു പ്ലാൻ തയ്യാറാവുന്നതും. അതിൽ കിച്ചൺ ഇന്ന സ്ഥലത്ത് വേണം, ലിവിങ് റൂം ഇന്ന സ്ഥലത്തായിരിക്കണം, പൂജാമുറിയുടെ സ്ഥാനം ഇന്നതാണ്, ബെഡ്റൂം എവിടെയൊക്കെ വേണം, എത്ര ബെഡ്റൂം വേണം, ഇതൊക്കെ ആദ്യം നമ്മുടെ മനസ്സിലാണ് വരുന്നത്. പിന്നെ ഇത് നമ്മൾ നടപ്പിലാക്കുകയാണ്. നടപ്പിലാക്കണമെങ്കിൽ ശാരീരികമായി ശക്തി വളരെ അധികം അത്യാവശ്യമാണ്. കാരണം പ്ലാൻ മാത്രം വരച്ച് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് വീടാവില്ല. അതിന് ശാരീരികമായ ശക്തിയും ആവശ്യമാണ്. അപ്പോൾ എന്താണ് ഈ നവരാത്രി വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, കേരളീയർ നവരാത്രി ആഘോഷിക്കുന്നതിൻ്റെ സങ്കല്പം എന്ന് പറയുന്നത് നവദുർഗാ ഭാവങ്ങളിലാണ് കേരളീയർ ആഘോഷിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും 3 ഭാവങ്ങളിലായിട്ട് ആരാധിക്കുന്നു. മഹാദേവിയുടെയും മഹാലക്ഷ്മിയുടെയും മഹാസരസ്വതിയുടെയും ഭാവങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇവിടെ നവരാത്രി ആഘോഷിക്കുന്നത്. ഏത് ഭാവത്തിൽ ആരാധിച്ചാലും ശക്തിയെയാണ് നമ്മൾ ഉപാസിക്കുന്നത്, ആരാധിക്കുന്നത്. എന്തിനെ നമ്മൾ ആരാധിക്കുന്നോ, എന്തിനെ പൂജിക്കുന്നോ, നാം അതായി തന്നെ തീരും. ശക്തിയെ ആരാധിച്ചാൽ നമ്മൾ ശക്തരാകും. നമുക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ശക്തി കൂടിയേ സാധിക്കൂ. എങ്ങനെയാണ് നമ്മൾ ശക്തിയെ ആരാധിക്കുന്നത്? നമുക്ക് നിസ്സംശയം പറയാം,
സ്ത്രീഭാവത്തിലാണ്. സ്ത്രീഭാവത്തിൽ ഈശ്വരനെ ആരാധിക്കുന്ന ഒരു സംസ്കൃതി ഭാരതത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. സ്ത്രീയെ ഈശ്വരനായി കാണുന്നത് ഭാരതത്തിൻ്റെ സംസ്കാരമാണ്. നമ്മളിലുള്ള ആസുരീ ശക്തിയെ ഇല്ലാണ്ടാക്കി നമ്മളിൽ തന്നെയുള്ള ദൈവീ ശക്തിയെ ദേവി ഉണർത്തിവിടുന്നു. അങ്ങനെ ആ മഹാദേവിയെ ഉപാസിക്കുന്നതിലൂടെ നമ്മളിൽ വിശിഷ്ടമായ ശക്തി ഉണരുകയും നാം കരുത്തരായി മാറുകയും ചെയ്യുന്നു. അങ്ങനെ ജീവിച്ച് നമ്മൾ ജീവിത വിജയം നേടുന്നു. അങ്ങനെ എന്നാൽ ജീവിക്കാൻ നമുക്ക് കരുത്ത് മാത്രം പോരാ, ധനം അത്യാവശ്യമാണ്, വളരെ ആവശ്യമാണ്. ഐശ്വര്യം ഇവ ജീവിതത്തിൽ ഉണ്ടായേ കഴിയൂ. അപ്പം ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ കരുത്തിൽ നിന്നും നാം ആർജിച്ചെടുക്കുന്ന ശക്തിയാൽ, ധാർമ്മികമായി നാം സമ്പാദിക്കുന്ന ധനത്തിൽ നിന്ന് മാത്രമേ ഐശ്വര്യം അല്ലെങ്കിൽ പ്രഭുത്വം ഉണ്ടാവുകയുള്ളൂ. അതിനായി കഠിനാധ്വാനം ചെയ്യണം. അങ്ങനെ കഠിനാധ്വാനം ചെയ്ത ധാർമ്മികമായ നമ്മൾ ആ ധാർമ്മികമായിട്ടുള്ള ധനം നേടണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഐശ്വര്യവും പ്രഭുത്വവും ഒക്കെ ഉണ്ടാവുന്നതിനായി നാം അടുത്ത 3 ദിവസം മഹാലക്ഷ്മി ദേവിയെ പൂജിക്കുന്നു. ഇനി നമുക്ക് ശക്തിയുണ്ട്, ധനവുമുണ്ട്, അറിവില്ലെങ്കിൽ അത് അത്യപകടമാണ്. അതുകൊണ്ട് ശക്തിക്കും ഐശ്വര്യത്തിനും ഇവ രണ്ടിനും മുകളിലായി ജ്ഞാനം, അറിവിരിക്കണം. അതിനായി സരസ്വതി ദേവിയെ പൂജിക്കണം. എങ്ങനെ നേടാം സരസ്വതി ദേവിയെ? തപസ്സിലൂടെ, ധ്യാനത്തിലൂടെ സരസ്വതി ദേവിയെ നമുക്ക് നേടാം. തപസ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും കാട്ടിൽ പോയി താടിയും മുടിയും നീട്ടി വളർത്തി വെയിലും മഞ്ഞും മഴയും ഒക്കെ സഹിച്ച് ഭക്ഷണം ഒന്നും കഴിക്കാതെ വായുഭക്ഷണം മാത്രമായി ചെയ്യുന്നതാണ് തപസ് എന്ന്. തപസ് എന്നാൽ ചിട്ടയായ ജീവിതം. രാവിലെ സൂര്യോദയത്തിന് മുമ്പ് കുളിച്ച് സന്ധ്യാവന്ദനം ചെയ്യുക, മാതാപിതാക്കളുടെ കാല് തൊട്ട് വന്ദിക്കുക, ഗുരുവിനെ വന്ദിക്കുക, ബഹുമാനിക്കുക, ആദരിക്കുക, പരസ്പരം ബഹുമാനത്തോടെ പെരുമാറുക, സമൂഹത്തിന് നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. കുട്ടികളാണെങ്കിൽ നന്നായി പഠിച്ച് മിടുക്കരാവുക. അവനവൻ്റെ ജോലി ചിട്ടയോടെയും ആത്മാർത്ഥതയോടുകൂടിയും ചെയ്യുക. ധാർമ്മികമായി മാത്രം അധ്വാനിച്ച് ധനം സമ്പാദിക്കുക. എത്രയൊക്കെ പ്രകോപനം ഉണ്ടായാലും ജീവിതത്തിൽ സത്യവും ധർമ്മവും മുറുകെ പിടിക്കുക. സാത്വികമായിട്ടുള്ള ഭക്ഷണം മാത്രം കഴിക്കുക. ഭഗവത് പൂജകൾ, ആരാധനകൾ ചെയ്യുക. ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാന്റെ കീർത്തനങ്ങൾ പാടുക, ഭഗവാനെക്കുറിച്ച് പറയുക, ഭഗവാൻ ആരതി ചെയ്യുക. ഇതെല്ലാം തപസ്സാണ്. അതിഥി പൂജ ചെയ്യുക, ദാനം ചെയ്യുക, അതുപോലെ വേദാന്താദി ശാസ്ത്രഗ്രന്ഥങ്ങൾ പഠിക്കുക, പഠിപ്പിക്കുക, ധർമ്മനിഷ്ഠയോടുകൂടി ജീവിക്കുക, പ്രകൃതിയെ സ്നേഹിക്കുക, പ്രകൃതി മലിനമാകാൻ സമ്മതിക്കാതിരിക്കുക, പ്രകൃതിയെ മലിനമാക്കാതിരിക്കുക. ഇതും തപസ്സാണ്. ഈ പറഞ്ഞ രീതിയിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ഉള്ളിലും സരസ്വതി കടാക്ഷം ഉണ്ടാവും, ജ്ഞാനമുണ്ടാവും. തീർച്ചയാണ് ശക്തിയും ഐശ്വര്യവും ജ്ഞാനവും ഉണ്ടാവുക എന്നതാണ് നവരാത്രി ദിവസങ്ങളിൽ ദേവിയെ ആരാധിക്കുന്നതിലൂടെ നമ്മൾ നേടേണ്ടതും. എല്ലാവർക്കും ദേവിയുടെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസം മുതൽ നവരാത്രി വ്രതം ആചരിക്കേണ്ടത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് പറയാം. എല്ലാവർക്കും നമസ്തേ.